മണിശങ്കർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് UDF-നെതിരായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം മൊത്തത്തിൽ. നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുറച്ച് നാളായിട്ട്. AICC ആണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അവർ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പവൻ ഖേര പ്രതികരിച്ചിട്ടുണ്ട്. AICCയുടെ ഔദ്യോഗിക വക്താവ് തന്നെ അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിന്ന് KPCCയുടെ സമ്പൂർണ്ണ നേതൃയോഗം AICC ഒബ്സർവർമാർ, AICCയുടെ ജനറൽ സെക്രട്ടറിമാർ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ KPCC ഓഫീസിൽ ചേർന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വോട്ടർ പട്ടിക വർക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള ഘട്ടം ഏറ്റവും സജീവമായിട്ട് ശ്രദ്ധിക്കാനും ഭവന സന്ദർശനം ഊർജിതപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കും. AICCയുടെ ഒബ്സർവർമാരും AICC നേതാക്കന്മാരും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സജീവമായിട്ട് ഞങ്ങൾ ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ജാഥയുടെ ഇടയിലും ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് ചർച്ച നടത്തി. ഇന്നിപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ട്. പ്രതിപക്ഷ നേതാവും രാവിലെ പങ്കെടുത്ത പ്രചരണ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെയും യോഗത്തിൽ അദ്ദേഹം ഓൺലൈനായിട്ട് പങ്കെടുത്തു. ശശി തരൂർ അമേരിക്കയിലായിരുന്നു. അദ്ദേഹം ഓൺലൈനായിട്ട് ആ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. ജാഥയുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഡിസ്കഷൻ്റെ പ്രോഗ്രസ് ഞങ്ങൾ വിലയിരുത്തും. ജാഥ അതിനോട് തടസ്സമല്ല. ജാഥ സമാപനം അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് അല്ല. അതിനിടയിൽ അതിന് ശേഷവുമായിട്ട് കാര്യങ്ങൾ തീർന്നു. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം കേരളത്തിൽ പറയുമ്പോഴും കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് പിണറായി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ദേശീയ നേതാക്കന്മാരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളക്കാരൻ തന്നെയാണ് KC വേണുഗോപാൽ. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഒരു മലയാളി കോൺഗ്രസ് പ്രവർത്തകനെ പോലെ കേരളീയക്കാരെ പോലെ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. 4 ദേശീയ നേതാക്കന്മാർക്ക്, അത് സച്ചിൻ പൈലറ്റ്, അതുപോലെ തന്നെ കർണാടക മന്ത്രി ശ്രീ KJ ജോർജ്, കനയ്യകുമാർ, ഇവരെല്ലാം ഇന്ന് ഇവിടെ മീറ്റിങ്ങിലുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലും നേതൃത്വത്തിലും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഇലക്ഷനിലെ പഞ്ചായത്ത് ഇലക്ഷനിലെ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് വലിയ ചൂണ്ടുവലയാണ്. സെമി ഫൈനലിൽ നല്ല മാർക്കിൽ ജയിക്കാൻ സാധിച്ച ഞങ്ങൾ തന്നെ ഫൈനലിൽ കപ്പടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല.